എന്താണ് ആദ്യം ഒരു സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിലാണ് നം വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു നം വേരിയബിൾ ക്രിയേറ്റ് ആയിട്ട് അതിലെന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് 5 ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം if of 5 നം പറഞ്ഞാൽ ifന്റെ അകത്തുള്ള ചെക്ക് ചെയ്യുന്നത് if of 5 ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണ്. പ്രിന്റ് ഓഫ് പെർസെന്റേജ് നം നമ്മളുള്ള ഇപ്പോഴുള്ള വാല്യൂ 5. ആദ്യം എന്താ പ്രിന്റ് ചെയ്യുക, ഔട്ട്പുട്ട് എന്തായിരിക്കും 5 പ്രിന്റ് ചെയ്യും. അതിനുശേഷം നം ഡിക്രിമെന്റ് ആയി, അപ്പൊ നം 5 മാറിയിട്ട് എന്തായി 4 ആയി. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മെയിനിൽ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഈ ഒരു ലൈൻ എന്താ പിന്നെ ഇനിഷ്യലൈസ് ആവില്ല. അതായത് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഒരു തവണ മാത്രമേ അത് ഇനിഷ്യലൈസ് ആവുള്ളൂ. അതായത് when the static storage class is given, it is initialized only once. Changing the value of a static variable is returned even between the function calls. ഇവിടെ മെയിനും ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ അടുത്ത തവണ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതായത് നമ്മിന്റെ അപ്ഡേറ്റ് ആയ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുക. അടുത്ത തവണ ഈഫിന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നം അപ്ഡേറ്റ് ആയി പറഞ്ഞാൽ 4 ആണ് ഇപ്പോഴത്. അടുത്ത രണ്ടാമത്തെ തവണ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ if of 4 ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ if of 4 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ട്രൂ കേസ് ആണ്. ട്രൂ കേസ് ആയതുകൊണ്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പൊ 5 ശേഷം 4 പ്രിന്റ് ചെയ്യും. അതിനുശേഷം നം അപ്ഡേറ്റ് ആയി, നമ്മിന്റെ വരെ 3 ആയി. അതിനുശേഷം വീണ്ടും മെയിൻ ഫംഗ്ഷൻ വിളിച്ചതിന് ശേഷം ഈ ഒരു ലൈൻ പിന്നെ ഇനിഷ്യലൈസ് ആവില്ല. പിന്നെ നേരെ നമ്മൾ എന്താ ചെയ്യുക, if of നമ്പർ ചെക്ക് ചെയ്യുക. if of നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മിന്റെ വരെ 3 ആണ്. അടുത്തത് എന്താ ചെക്ക് ചെയ്യുക, if of 3 ചെക്ക് ചെയ്യും. if of 3 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ളത് പ്രിന്റ് ഓഫ് 3. ഇപ്പോഴുള്ള നമ്പർ എത്ര 3 ആണ്. അപ്പൊ 3 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും നം അപ്ഡേറ്റ് ആയി, അതായത് നം മൈനസ് അപ്പൊ 3 മാറിയിട്ട് 2 ആയി. 2 ആയതിനു ശേഷം വീണ്ടും മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈന് ഇനിഷ്യലൈസ് ആവില്ല. അതായത് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഒറ്റ തവണ മാത്രമേ ഇനിഷ്യലൈസ് ആവുള്ളൂ. ആ വാല്യൂലേക്ക് നം 5 സ്റ്റോർ ഇനിഷ്യലൈസ് ആവുക ഒറ്റ തവണ ആയിരിക്കും. പിന്നെ നമ്മൾ ഫംഗ്ഷൻ വിളിക്കുന്നതോറും അപ്ഡേറ്റ് ആയ വാല്യൂ ആയിരിക്കും അതിലുണ്ടാവുക. ഇപ്പോഴുള്ള വാല്യൂ എന്താ 2 ആണ്. അപ്പൊ if of 2 ആണ് അടുത്തേക്ക് ചെക്ക് ചെയ്യുക. അടുത്തേക്ക് if of 3 ചെക്ക് ചെയ്തു, അടുത്തേക്ക് if of 2 ചെക്ക് ചെയ്തു. ifന്റെ ഉള്ളിലൊരു 0 അല്ലാത്ത ഏതൊരു വാല്യൂ ട്രൂ കേസ് ആയിരിക്കും. അതിനുശേഷം പ്രിന്റ് ഓഫ് പെർസെന്റേജ് d. ഇപ്പോഴുള്ള വാല്യൂ എന്താ 2 ആണ്. അപ്പൊ 2 പ്രിന്റ് ചെയ്യും. 2 പ്രിന്റ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ മൈനസ് അപ്പൊ 2 അപ്ഡേറ്റ് ആയി, 2 പോയിട്ട് 1 ആയി. ഇപ്പൊ നമ്മളുള്ള വാല്യൂ 1 ആണ്. അതിനുശേഷം വീണ്ടും മെയിൻ ഫംഗ്ഷൻ തന്നെയാണ് കോൾ ചെയ്യുന്നത്. എന്താണ് ഫംഗ്ഷൻ കോൾ ചെയ്യുക. മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്താൽ വീണ്ടും മെയിൻ ഇവിടേക്ക് തന്നെ പോകും. വീണ്ടും അടുത്ത ifന്റെ അകത്ത് എന്താ ifന്റെ അകത്ത് ഇപ്പോഴുള്ള വാല്യൂ 1 ആണ്. അപ്പൊ if of 1 ചെക്ക് ചെയ്യും. if of 1 ട്രൂ കേസ് ആണ്. പ്രിന്റ് ഓഫ് പെർസെന്റേജ് d നം. ഇപ്പൊ നമ്മളുള്ള വാല്യൂ 1 ആണ്. അപ്പൊ 1 പ്രിന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ആയി, 1 മാറിയിട്ട് 0 ആയി. അതിനുശേഷം വീണ്ടും മെയിൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ifന്റെ അകത്ത് ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മുടെ വാല്യൂ 0 ആണ്. അപ്പൊ അടുത്തേക്ക് ചെക്ക് ചെയ്യുന്നത് if of 0 ആണ്. if of 0 പറഞ്ഞാൽ ഫോൾസ് കേസ് ആണ്. അപ്പൊ നേരെ റിട്ടേൺ 0ക്ക് പോകും. അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റ് ആവും. അതിന്റെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 4 3 2 1. സ്റ്റാറ്റിക് കീവേഡ് വരെ ഞാനിപ്പോ ജസ്റ്റ് ഇന്റ് നമ്പർ, അതായത് ജസ്റ്റ് ഇന്റ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഇൻഫിനിറ്റ് ടൈംസ് 5 ആണ് പ്രിന്റ് ചെയ്യുക. അതെന്താണെന്ന് പറഞ്ഞാൽ ഓരോ തവണ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വീണ്ടും ഇനിഷ്യലൈസേഷൻ സംഭവിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് 5 പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇൻഫിനിറ്റ് ടൈംസ്. 5 ഇൻഫിനിറ്റ് ടൈംസ് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരിക്കലും അവസാനിക്കില്ല. കാരണം ആദ്യം ifന്റെ അകത്ത് 5 ചെക്ക് ചെയ്യും. അതിനുശേഷം 5 പ്രിന്റ് ചെയ്യും. പിന്നെ മേലെ അപ്ഡേറ്റ് ആവും. വീണ്ടും മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്യും. വീണ്ടും വാല്യൂ 5 ഇനിഷ്യലൈസ് ചെയ്യും. അപ്പോൾ ഒരു തവണ if വാല്യൂന്റെ അകത്ത് ചെക്ക് ചെയ്യുന്നത് 5 ആയിരിക്കും. അപ്പൊ എപ്പോഴും മെയിൻ ഫംഗ്ഷൻ വിളിക്കുന്നതോറും 5 ഇനിഷ്യലൈസ് ചെയ്യും.